ഇന്ന് ഏത്തയ്ക്കാപ്പൊളി ഉണ്ടാക്കാം. അതിനായി 2 ഏത്തപ്പഴം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് തയ്യാറാക്കാനായിട്ട് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കളറിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ഒരു പൊടിക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എള്ള് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ എള്ള് കഴിപ്പിക്കാനായിട്ട് ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. അതിനായി കുറച്ചേറെ എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ ഒരുപാട് ലിക്വിഡും ആയി പോരുത്, ഒരുപാട് കുറുകിയും പോരുത്. ഒരു ഇടയിൽ നിൽക്കുന്ന രീതിക്ക് നമ്മൾ കുഴച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ മാവും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി പഴത്തിനെ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഇവിടെ ഇത്തിരി മുരിങ്ങ ഏത്തയ്ക്കാപ്പൊളിയാണ് ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് മുരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് അതിന് മുമ്പേ മറിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.